അസ്സലാമു അലൈക്കും. സാബി, ഈ എന്താണ് ആലോചിക്കുന്നത്? അവളുടെ കയ്യിൽ പിടിച്ച് സൗദ ചോദിച്ചു. സാബി അവളെ നോക്കി മന്ദഹസിച്ചു. ഒന്നുമില്ല ഇത്ത, ഞാൻ എൻ്റെ ജീവിതം തന്നെ ഒന്ന് ഓർക്കുകയായിരുന്നു. ഇവിടെ വരുന്നത് വരെ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലായിരുന്നു എൻ്റെ ജീവിതം. പക്ഷേ ഇവിടെ വന്ന് നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ എൻ്റെ വിഷമമെല്ലാം മാറി. എനിക്കിപ്പോൾ ജീവിക്കാൻ വല്ലാത്ത ഇഷ്ടം തോന്നുന്നു. ഒരു മാസം കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നോർത്താണ് എൻ്റെ ടെൻഷന്. ആ വീട്ടിലേക്ക് എനിക്കിനി പോകാൻ കഴിയില്ല ഇത്ത. എൻ്റെ ഭർത്താവും അയാൾ പുതിയ ഭാര്യയും താമസിക്കുന്ന വീട്ടിലേക്ക് പോകാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. സൗദ അറിയാതെ ഫാത്തിമയുടെ മുഖത്തേക്ക് നോക്കി. അല്ല, അപ്പോൾ ഇനി എന്ത് ചെയ്യാനാണ് സാബിയുടെ പ്ലാന്? അറിയില്ല. ഇത്തമാരെ എനിക്ക് ജോലി സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ചെറിയ ജോലിയെങ്കിലും കണ്ടുപിടിക്കണം. എനിക്കും മക്കൾക്കും താമസിക്കാൻ ഒരു വാടക വീടും. കുറേ ഞാൻ അനുഭവിച്ചു, എല്ലാം ഞാൻ ക്ഷമിച്ചു. പക്ഷേ ഇക്ക പുതിയൊരു നിക്കാഹ് കഴിച്ചതോടെ എനിക്കത് താങ്ങാൻ കഴിഞ്ഞില്ല. എനിക്കവിടെ നിൽക്കാനും പറ്റില്ല. എന്നെ വേണ്ടാത്തത് കൊണ്ടല്ലേ ഇക്ക പുതിയ പെണ്ണിനെ തേടിപ്പോയത്. എനിക്ക് പെൺമക്കൾ മാത്രമേ ഉണ്ടാവൂ എന്നാണ് ഉമ്മയുടെയും പരാതി. ആണിനെയും പെണ്ണിനെയും തരുന്നത് പഠിച്ചോനല്ലേ. അതിൽ പടപ്പുകളായ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? പഠിച്ചോനെ, വല്ലാത്തൊരു കെട്ടിയനും ഉമ്മയോട്ട എൻ്റേത്. ഫാത്തിമ അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി. ഇക്കാലത്തും ഇത്രയും വിവരം കെട്ട ആളുകളൊക്കെ ഉണ്ടോ? ഫാത്തിമയുടെ ചോദ്യം കേട്ട് സാബി ഒന്ന് മന്ദഹസിച്ചു. സാബി വിഷമിക്കണ്ട കേട്ടോ. എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഞാൻ ചോദിക്കുക പോലും ചെയ്യാതെ എന്നെ സഹായിച്ചവളാണെന്ന് ഞാനത് ഒരിക്കലും മറക്കൂല. നീ ഒരു കാര്യത്തിലും ടെൻഷനാവണ്ട. നിനക്കുള്ള ജോലി ഞങ്ങൾ ശരിയാക്കി തരാം. താമസ സ്ഥലവും നമുക്ക് ശരിയാക്കാം. അല്ലേ ഉമ്മ? അതേ മോളെ. ഫാത്തിമ തലയാട്ടി. മരുമകൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും താൻ വിചാരിച്ചാലും സാബിക്ക് ജോലിയും താമസ സ്ഥലവും കൊടുക്കാൻ കഴിയുമെന്ന് ഫാത്തിമയ്ക്കും അറിയാമായിരുന്നു. സാബിയുടെ കണ്ണുകളിൽ പ്രത്യാശ നിറയുന്നത് അവർ രണ്ടുപേരും കണ്ടു. എന്തിനാണ് തങ്ങളുടെ ഹൃദയം എങ്ങനെ നിറഞ്ഞു തുളുമ്പുന്നതെന്നും അവർക്ക് മനസ്സിലായില്ല. സ്നേഹം വന്നത് അങ്ങനെയാണ്. ഒരാൾ നമ്മൾ പോലും സ്നേഹം കൊടുക്കുമ്പോൾ നമ്മൾ പോലും അറിയാതെ ഹൃദയം ഇങ്ങനെ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കും. ജമാലും ജാസ്മിനും ടൂർ പോയതോടുകൂടി നബീസുവിൻ്റെ ദിനചര്യകൾ എല്ലാം തെറ്റിയിരുന്നു. ആദ്യമായിട്ടാണ് അവർക്ക് ഇങ്ങനെയൊരു അനുഭവം. സാബിയാണെങ്കിൽ എന്നും വീട്ടിലുണ്ടാവും. ഇനി അപൂർവമായി അവൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോവുകയാണെങ്കിൽ തന്നെ കഴിക്കാനുള്ള ഭക്ഷണം എല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷമേ അവൾ പോകാറുള്ളൂ. ഇനി അതിന് കഴിഞ്ഞില്ലെങ്കിൽ പോലും ആബിദ വീട്ടിലുണ്ടാവും. അത്യാവശ്യം ഭക്ഷണങ്ങളൊക്കെ അവളും ഉണ്ടാക്കും. ആരെങ്കിലും ഒരാൾ വീട്ടിലില്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ മൂത്ത മരുമക്കൾ ആരെങ്കിലൊക്കെ ഉണ്ടാവും. അവർ പതിയെ സമയം നോക്കി. 8 മണി കഴിഞ്ഞിരിക്കുന്നു. മരുമക്കൾ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവർ സാബിയുടെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെയാവും. ചായ. ഒരു വിളി കേട്ട് നബീസു ചിന്തയിൽ നിന്ന് ഉണർന്നു. തൻ്റെ ഭർത്താവാണ് വിളിക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലായി. പതഞ്ഞു പൊങ്ങിയ ദേഷ്യത്തോടെ അവർ നേരെ അങ്ങോട്ട് ചെന്നു. അല്ല, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? നബീസുവിൻ്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യം കേട്ട് മൊയ്തീൻ ഹാജി നിശബ്ദനായി. എന്താണ് ഒച്ചയെടുക്കുന്നതെന്നാണ് ചോദിക്കുന്നത്? എനിക്കൊരു ചായ കിട്ടിയാൽ നന്നായിരുന്നു. നന്നായിപ്പോയി ചായ, ദേഷ്യത്തോടെ അവർ പറഞ്ഞു. എനിക്കൊരു ചായ കാട്ടണേ, എനിക്ക് നല്ലോണം വിശക്കുന്നുണ്ട്. നേരെ ഇത്ര ആയിട്ടും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. ഇവിടെ ചായ ഉണ്ടാക്കാൻ ആരുമില്ല. മരുമോളും പുന്നാര മോനും കൂടി ടൂറ് പോയതല്ലേ. ആബിദയും പിന്നെ വന്നില്ല. 2 മരുമക്കളും ആ തല തെറിച്ചവളുടെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ. അയാൾ ഒന്നും മിണ്ടിയില്ല. നിനക്ക് ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കാൻ വന്നതാണ് അയാൾ. നബീസു എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ ആ ചോദ്യം ചോദിച്ചാൽ ഒരു സമാധാനം കിട്ടില്ല എന്ന് അയാൾക്ക് തോന്നി. അപ്പോൾ ഇന്ന് ചായ ഉണ്ടാവില്ല എന്നർത്ഥല്ലേ? അയാൾ പറഞ്ഞു. ഇങ്ങനെ പട്ടിണി കിടക്കാനൊന്നും എന്നെ കിട്ടില്ല. അതും പറഞ്ഞ് നബീസു അലമാരിയിൽ നിന്ന് പണവും എടുത്ത് പുറത്തേക്കിറങ്ങി. വീടിനടുത്ത് തന്നെയുള്ള ഹോട്ടലായിരുന്നു അവരുടെ ലക്ഷ്യം. അവിടെ പൊറോട്ടയും ബീഫും റെഡിയായിരുന്നു. അത് പാർസൽ വാങ്ങി അവർ വീട്ടിലേക്ക് വന്നു. അത് 2 പേരും കൂടി കഴിച്ചു. ഉച്ചയ്ക്കും രാത്രിയും അവിടെ നിന്ന് തന്നെ ഭക്ഷണം വാങ്ങിക്കാമെന്ന് നബീസു കരുതി. കുറച്ച് പണം കൊടുത്താലും നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാമല്ലോ എന്ന് അവർ ഓർത്തു. നാളെ ആബിദ വരും, അല്ലെങ്കിൽ ജാസ്മിൻ തിരിച്ചു വരും. അതും നടന്നില്ലെങ്കിൽ സാബി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയാൽ മരുമക്കൾ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. അല്ല നബീസോ, ഉച്ചക്കും ഹോട്ടലിന് തന്നെയാവോ? ഭർത്താവിൻ്റെ ചോദ്യം കേട്ടാണ് അവർ ചിന്തയിൽ നിന്നുണർന്നത്. അതേ, എന്തേ? എനിക്ക് ഹോട്ടൽ ഭക്ഷണം പിടിക്കില്ല എന്നറിയില്ലേ? എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വയറിന്.
അക്കാര്യം നബീസുവിനെ അപ്പോഴാണ് ഓർമ്മ വന്നത്. ഹോട്ടൽ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ അയാൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട്. കിടപ്പ് രോഗിയായതിനാൽ വയറ്റിൽ നിന്ന് പോകാൻ തുടങ്ങിയാൽ പ്രശ്നമാണ്. ഇങ്ങനെയൊരു പണ്ടാരം എന്നാണ് നബീസു മനസ്സിലോർത്തത്. നബീസോ, എനിക്ക് കുറച്ച് കഞ്ഞി കിട്ടിയാൽ മതിയായിരുന്നു. അയാൾ പറഞ്ഞത് കേട്ടപ്പോൾ നിവൃത്തിയില്ലാതെ നബീസു തലയാട്ടി. കുറിയരി കൊണ്ട് കുറച്ച് കഞ്ഞി വെച്ച് കളയാമെന്ന് അവർ കരുതി. ഇനിയും ഉച്ചയ്ക്ക് ഹോട്ടൽ ഭക്ഷണം കൊടുത്താൽ വയറിളകും. പിന്നെ അത് പ്രശ്നമാവും. പിന്നെ അത് ഞാൻ തന്നെ നന്നാക്കേണ്ടി വരും. അതുകൊണ്ട് അവർ കഞ്ഞി വെക്കാനുള്ള ശ്രമം തുടങ്ങി. അയാൾക്ക് കുടിക്കാനുള്ള കഞ്ഞി മാത്രമാണ് അവർ ഉണ്ടാക്കിയത്. കൊണ്ടുവന്ന പൊറോട്ടയും ബീഫ് കറിയും അല്പം കൂടി ബാക്കിയുണ്ടായത് കൊണ്ട് അത് കഴിക്കാമെന്ന് അവർ കരുതി. നബീസുവിന് എന്തെന്നില്ലാത്ത ദേഷ്യം തോന്നി. ജാസ്മിനെ അരച്ചു കലക്കി കൊടുത്താൽ കുടിക്കാനുള്ള ദേഷ്യമുണ്ടായിരുന്നു അവർക്ക്. ഇനി ജമാലിൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതീക്ഷയുമില്ല എന്ന് അവർക്ക് തോന്നി. ജാസ്മിൻ ജമാലിനെ കുപ്പിയിലാക്കി കളഞ്ഞു. ഇനി അവൾ പറയുന്നത് അനുസരിച്ചുമായിരിക്കും അവൻ്റെ ജീവിതം. അവളാണെങ്കിൽ ഒരു ശത്രുവിനെ പോലെയാണ് തന്നെ കാണുന്നത്. അവളെ എളുപ്പത്തിൽ വശത്താക്കാനും കഴിയില്ല. മരുമക്കൾ എന്താണ് വരാത്തത് എന്നായിരുന്നു അടുത്ത ചിന്ത. അവർ മൂന്നുപേരും ഇപ്പോൾ ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ദിവസമായി അവർ ഹോസ്പിറ്റലിൽ തന്നെ. ഇന്ന് വരുമെന്നാണ് പറഞ്ഞത്. ഇനി അവരോടും പോയി ദേഷ്യത്തോടെ പെരുമാറാൻ പറ്റില്ല. തൻ്റെ സമയം മോശമാണെന്ന് ഉസ്താദ് പറഞ്ഞത് അവർ ഓർത്തു. അപ്പോഴാണ് ഉസ്താദിനെ വിളിക്കാമെന്ന് അവർ കരുതിയത്. കടുത്ത മാനസിക ബുദ്ധിമുട്ട് തോന്നുമ്പോഴൊക്കെ വിളിക്കാൻ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. നമീസ് മൊബൈലിൽ നിന്നും നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. എന്നാൽ ഉസ്താദ് ബിസിയായിരുന്നു. ഇനി ആർക്ക് വിളിക്കുമെന്ന് ഓർത്തപ്പോഴാണ് ആമിനെ നബീസുവിന് ഓർമ്മ വന്നത്. അവർ വേഗം ആമിനയുടെ നമ്പർ ഡയൽ ചെയ്തു. അപ്പുറത്തെ കോൾ കണക്റ്റായി. അസ്സലാമു അലൈക്കും. ആമിന സലാം പറഞ്ഞു. വലൈക്കും അസ്സലാം. പോലീസുകാർ വന്നോ നബീസോ? ആമിനയുടെ പേടിയോടുള്ള ചോദ്യം കേട്ട് നബീസോ ഒന്ന് പതിയെ ചിരിച്ചു. പിന്നെ അതൊക്കെ ഓളെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ലേ. ഈ അപ്പോത്തിന് പേടിച്ച് ഓടിപ്പോയില്ലേ. ഇവിടെ ഒരു കേസും കാര്യവുമില്ല. അങ്ങനെ കേസ് കൊടുത്തിട്ട് ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. അവരെന്ത് പറഞ്ഞാൽ കേസ് കൊടുക്കുക? ഓളെ ഞാൻ നോക്കിയില്ലെന്ന് പറയാൻ പറ്റുമോ? എല്ലാത്തിനും പൈസ കൊടുത്തതേ എൻ്റെ ജമാൽ തന്നെയാണ്. പോലീസിൽ പരാതി കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. നബീസ് പിന്നീട് അതെല്ലാം അന്വേഷിച്ച് വെച്ചിരുന്നു. ആമിനക്കത് കൃത്യമായി മനസ്സിലാവുകയും ചെയ്യും. പിന്നെ എന്തൊക്കെയാണ് എൻ്റെ വർത്താനം? പുതിയ മരുമോളെങ്ങനെ? സാബി ഡിസ്ചാർജ് ആയോ? ഹോ, അതൊന്നും എന്നോട് പറയാതിരിക്കുകയാണ് നല്ലത് ആമിന. കുറ്റം പറഞ്ഞു കൊടുക്കാൻ ഒരാളെ കിട്ടിയ ആവേശത്തോടെ നബീസ് പറയാൻ തുടങ്ങി. പുതിയ മരുമകളെക്കുറിച്ച് ഒന്നും പറയാതിരിക്കാൻ നല്ലത്. ഇതിൽ എത്രയോ നല്ലത് സാബി തന്നെയായിരുന്നു. അത് കേട്ടതും ആമിന ഉള്ളി ചിരിച്ചു. നിനക്ക് ഇത് തന്നെ വേണമെന്ന് അവർ മനസ്സിലോർത്തു. മനസ്സിൽ അങ്ങനെയൊക്കെയാണെങ്കിലും ആമിന പറഞ്ഞത് പക്ഷേ ഇങ്ങനെയാണ്. എനിക്കും തോന്നി നബീസു, ഓളെ സ്വഭാവം ശരിയില്ല. അതാണ്. എന്താണ് ഇപ്പോൾ ഓളൊരു നെകളിപ്പ്? ഓളെ മാത്രം പറഞ്ഞിട്ടും കാര്യമില്ലേ. കുറച്ചൊക്കെ ജമാലിൻ്റെ അടുത്തുണ്ട്. ഓന് നട്ടലുണ്ടായിരുന്നെങ്കിൽ ഓള് പറയുന്നതൊക്കെ എങ്ങനെ കേട്ടോ? ഓളെ വാലാട്ടിങ്ങനെ നടക്കുമോ? അതന്നെ ആമിന. മനസ്സിലുള്ള വിഷമം മുഴുവനും കൊട്ടാൻ ഒരാളെ കിട്ടിയ സന്തോഷത്തോടെ നബീസു പറയാൻ തുടങ്ങി. ഓള് കാണിച്ച പണി കേൾക്കണോ എനിക്ക്? എന്താ? ആകാംക്ഷയോടെ ആമിന ചോദിച്ചു. നബീസുവിന് എന്ത് പണി കിട്ടിയാലും തനിക്ക് സന്തോഷമാണല്ലോ എന്ന് ആമിന ഓർത്തു. പക്ഷേ അത് പുറത്ത് കാണിക്കാൻ പറ്റില്ല. ഇന്നേ സുബീക്കുള്ളൊരു വാക്ക് പോലും പറയാതെ ജമാലിനെയും കൊണ്ട് ടൂറ് പോയിക്കണേ. പോകാൻ സമയത്ത് ഞാൻ കണ്ടതുകൊണ്ട് അറിഞ്ഞു. അല്ലെങ്കിൽ എങ്ങോട്ട് പോയി എന്നറിയാതെ ഞാൻ കുടുങ്ങൂലേ? പഠിച്ചോനെ. അമ്പരിപ്പോടെയുള്ള ആമിനയുടെ ചോദ്യം നബീസ് കേട്ടു. അന്നോട് പറയാതെ ഓള് പോയോ? എന്തൊരു പണിയല്ലേ ഓള് കാണിച്ചത്? ഈ ഒന്നും ചെയ്യൂലെന്ന ധൈര്യമാണ് നബീസോ? എൻ്റെ മോളോള് കൈവശം കൊടുത്ത് വെച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇത്രയും ധൈര്യം ഓൾക്കുണ്ടാവില്ല. എന്നാലും എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയൊക്കെ നടക്കുമോ? വെറുതെ അല്ല ഓളെ ആദ്യ കല്യാണം പൊളിഞ്ഞത്. ഇതാണ് സ്വഭാവമെങ്കിലേ ഓളെ ആരും വെച്ച് പൊറപ്പിക്കൂല. അതെ. നബീസു ഒന്ന് മൂളി. ഈ പാവമായതുകൊണ്ടാണ് നബീസോ. എൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഓള് തിരിച്ചു വരുമ്പോൾ പെരീക്ക് കയറാൻ സമ്മതിക്കൂല. ഇതൊന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റൂല നബീസോ. ഒന്നുമില്ലെങ്കിലും ഈ അവളെ ഭർത്താവിൻ്റെ ഉമ്മല്ലേ. നിന്നോട് പറയാതെ പോകാൻ ഓൾക്ക് പറ്റുമോ? ജമാലിന് നട്ടലില്ലാത്തതേ ഓളെ ഭാഗ്യം. കിട്ടിയ അവസരം മുതലെടുക്കുകയായിരുന്നു ആമിന. എൻ്റെ കാര്യം പോട്ടെ ആമിന. അവിടെ ജമാലിൻ്റെ ഉപ്പല്ലേ. കിടപ്പിലാണെങ്കിലും ആ ഒരു ബഹുമാനം കൂടി ഓള് കാണിക്കണ്ടേ? ബഹുമാനം കാണിക്കുന്ന ഒരു മുതൽ. പിന്നെ ആമിന ഓർത്തു. സ്വന്തം ഭർത്താവിന് ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാത്ത ആളാണ് ഈ പറയുന്നത്. ആമിന ശബ്ദമില്ലാതെ പുച്ഛത്തോടെ ചിരിച്ചു. അതുതന്നെയാണ് ഞാനും പറഞ്ഞത്. കാക്കാൻ്റെ കാര്യം ഓൾ ഓർത്തില്ല. കാക്കാനോട് മാത്രം പറഞ്ഞാൽ പോലല്ലോ, എന്നോടും പറയണ്ടേ? ഈ ഒരു പാവമായി പോയി. എൻ്റെ സ്ഥാനത്തെ ഞാനായിരുന്നെങ്കിൽ ഓളൊരു പാഠം പഠിപ്പിച്ചേനെ. ആദ്യം തന്നെ നമ്മളിങ്ങനെ താന്നു കൊടുക്കാൻ പാടില്ല നബീസോ.
അല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എൻ്റെ അടുത്ത പരിപാടി? എരുതിയിൽ എണ്ണ വയ്ക്കാൻ എന്നതുപോലെ ആമിന ചോദിച്ചു. നബീസുവിന് ഇതല്ല ഇതിനപ്പുറം വരണമെന്നായിരുന്നു ആമിനയുടെ ആഗ്രഹം. പക്ഷേ അവൾ അതെല്ലാം മനസ്സിൽ അടക്കി പിടിച്ചു. എന്ത് പരിപാടി ആമിനോ? ഞാൻ ആകെ തളർന്നു പോയി. ഇനി അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, അധികം ബുദ്ധിമുട്ടിക്കാതെ എന്നെ മരിപ്പിക്കണം എന്നാണ് പഠിച്ചവനോട് എന്നുള്ള പ്രാർത്ഥന. പഠിച്ചവനും ഇന്നിപ്പോൾ വേണ്ടാന്ന് തോന്നുന്നു. അതെന്നെ കിടപ്പിലായി പോയാൽ കഴിഞ്ഞു. കാക്കാൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ നീയാണ് കിടപ്പിലായതെങ്കിൽ ആകെ പെട്ടുപോയനെ. ഇതിപ്പോൾ ഈ ഉള്ളത് കൊണ്ടാണ് കാക്കാക്കും കുറച്ച് ആശ്വാസം. അത് പറയുമ്പോൾ ആമിനയുടെ മനസ്സിൽ ചിരിയായിരുന്നു. സത്യത്തിൽ നബീസുവിൻ്റെ സ്വഭാവം ശരിക്കും അവർക്കറിയാമായിരുന്നു. അവർ ഭർത്താവിനെ ഒട്ടും പരിഗണിക്കുന്നില്ല എന്നതും അറിയാമായിരുന്നു. എന്ത് ചെയ്യാൻ, എൻ്റെ കെട്ടിയവനല്ലേ, ഞാൻ നോക്കിയില്ലെങ്കിൽ പിന്നെ ആരാ നോക്കാനുള്ളത്? എൻ്റെ മക്കളും മരുക്കളൊന്നും നോക്കുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല. ഇന്ന് തന്നെ ഒന്ന് നോക്കി, ഒന്നും ഉണ്ടാക്കി വെക്കാതെയാണ് ഓല് പോയത്. ഞാൻ ആബിദാനെ വിളിച്ചു നോക്കി, ഓൾക്കും വരാൻ കഴിയൂല. പിന്നെ മറ്റേ മൂത്ത മരുക്കളാണെങ്കിൽ രണ്ടാളും വാശിയുള്ളത് പോലെ സാബിൻ്റെ കൂടെ പോയി നിൽക്കുകയാണ്. അതന്നെ, അവർ രണ്ടുപേരും ഓളെ കൂടെ പോയി നിൽക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. കുട്ടി മരിച്ചില്ലേ, സഹായത്തിന് ആരെങ്കിലും കൂടെ നിൽക്കുക എന്നല്ലാതെ ഇതിപ്പോൾ എന്ത് കാര്യത്തിനാണ് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത്? ഇതൊക്കെ എൻ്റെ വീട്ടിൽ നടക്കും. ഇതൊക്കെ ഇവിടെ ആണെങ്കിലേ എല്ലാത്തിനും ഞാൻ ഒരു പാഠം പഠിക്കായിരുന്നു നബീസോ. ഇനി നീ വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ നടക്കൂട്ടോ. അതെന്താ ആമിനജി എങ്ങനെ പറഞ്ഞത്? എൻ്റെ മൂത്ത മക്കളെ സ്ഥലം അവരെ പേരിലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല, എഴുതി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. വാക്കാൽ പറഞ്ഞിട്ടുണ്ട്. വീടൊക്കെ വെച്ചത് അവർ തന്നെയാണ്. അതൊന്നും നോക്കണ്ടേ ജി, സ്ഥലം എപ്പോഴും കാക്കാൻ്റെ പേരിലല്ലേ? അതെ, എന്നാലേ ഒരു പണിയുണ്ട്. ആ സ്ഥലം അവരെ പേരിലൊന്നും എഴുതി കൊടുക്കരുത്. മര്യാദക്ക് നിന്നില്ലെങ്കിലേ സ്ഥലം വേറെ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് പറഞ്ഞാൽ മതി. പിന്നെ എല്ലാം വാലാട്ടിക്കൊണ്ടേ നിൻ്റെ കൂടെ നിൽക്കൂ. ഇവരോടൊക്കെ ഇതേ നടക്കൂ നബീസോ. നബീസുവിൻ്റെ മനസ്സിലേക്ക് കൂടുതൽ വിഷം കയറ്റി വിടുകയായിരുന്നു ആമിനയുടെ ലക്ഷ്യം. അതിലവർ കൃത്യമായി വിജയിക്കുകയും ചെയ്തു. നബീസുവിൻ്റെ മനസ്സ് അശാന്തമായി. തൻ്റെ 3 മരുമക്കളെയും ഒരു പാഠം പഠിപ്പിക്കാൻ ഇത് തന്നെയാണ് നല്ല മാർഗമെന്ന് അവർക്ക് തോന്നി. ഇതൊക്കെ നടക്കും ആമിന? സംശയത്തോടെ നബീസ് ചോദിച്ചു. പിന്നെ നടക്കാതെ? നീ എൻ്റെ കാര്യം തന്നെ നോക്കി. എൻ്റെ മക്കളൊക്കെ പുതിയ വീട് വെച്ചു, എല്ലാം എൻ്റെ സ്ഥലത്ത് തന്നെ. ആർക്കും ഞാൻ ഒന്നും എഴുതി കൊടുത്തിട്ടില്ല. എല്ലാവർക്കും എന്നെ പേടിയാണ്. എന്നോട് എന്തെങ്കിലും വേണ്ടാത്തത് കാണിച്ചാലേ സ്ഥലം ഞാൻ എഴുതി കൊടുക്കൂല എന്ന് അവർക്ക് നല്ല പോലെ അറിയാം. ആ പേടി മക്കൾക്കും മരുക്കൾക്കൊക്കെ വേണം. എന്നാലേ അവർ നമ്മളോട് നല്ല രീതിയിൽ നിൽക്കും. നമ്മളോട് ചോദിക്കാതെ കുടുംബത്തിൽ നിന്ന് ഒന്നും ചെയ്യുകയില്ല. ആമിന പറഞ്ഞത് വാസ്തവമാണെന്നറിയാം. അവളുടെ കുടുംബത്തിൽ നടക്കുന്നത് കണ്ട് അതിശയം തോന്നിയിട്ടുണ്ട്. മക്കളും മരുമക്കളും എല്ലാം അവളോട് അനുവാദം ചോദിക്കാതെ ഒന്നും ചെയ്യാറില്ല. ഭക്ഷണം എന്തുണ്ടാക്കണമെന്നത് പോലും ആമിനയോട് ചോദിക്കാതെ അവർ ചെയ്യില്ല. ഇല്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറുമെന്ന് എല്ലാവർക്കും അറിയാം. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു തൻ്റെ സ്വപ്നവും. പക്ഷേ മക്കളെ അതിന് കിട്ടില്ല. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് നബീസു കരുതി. നീയൊക്കെ ഭാഗ്യം ചെയ്തവളാണ് ആമിന. എൻ്റെ കാര്യം ഒന്ന് നോക്ക്. മരുക്കൾ ആരും എൻ്റെ കാര്യം നോക്കൂല. അതിനെ സ്വഭാവം നന്നാവണമെന്ന് ആമിന മനസ്സിലോർത്തു. അത് ഓർത്ത് അവർ ശബ്ദമില്ലാതെ ചിരിക്കുകയും ചെയ്തു. ഇതൊന്നും അറിയാതെ നബീസു പറയാൻ തുടങ്ങി. മൂത്ത മരുമകൾ പാവായിരുന്നു. അവളെ ഞാൻ ശരിക്കും നിയന്ത്രിച്ചു കൊണ്ടുവന്നതാണ്. എന്നാൽ രണ്ടാമത്തോൾ വന്നപ്പോൾ അവളും താളം തെറ്റാൻ തുടങ്ങി. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. സാബി ഹോസ്പിറ്റലിലാണ്. എന്നോട് മിണ്ടാതെയാണ് 2 പേരും ഹോസ്പിറ്റലിൽ അവളോട് കൂടെ പോയി നിൽക്കുന്നത്. അതൊന്നും അനുവദിച്ചു കൊടുക്കരുത് നബീസോ. നിനക്ക് മക്കളെ വിളിച്ചു പറഞ്ഞൂടെ? ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ 2 പേരും എൻ്റെ നേരെ ഒരു ചാട്ടം. സാബി എല്ലാവരെയും കൈവശം കൊടുത്ത് മയക്കിയിരിക്കുകയാണ്. അല്ലാതെ എൻ്റെ മക്കൾ എന്നോട് ഒന്നും പറയില്ല. അവൾ കാണുന്നത് പോലെയൊന്നും അല്ലല്ലേ? അവൾ അങ്ങനത്തെ ആളാ? അല്ല. ഇവിടെ മക്കൾക്കും മരുവനൊക്കെ അവൾ വലിയ കാര്യമാണ്. അവൾക്ക് എല്ലാവരെയും പാവം നടിച്ച് സിമ്പതി നേടിക്കൊണ്ടുപോകാൻ അറിയാം. ഇപ്പോൾ തന്നെ ഞാൻ അവളെ മര്യാദക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല എന്ന് പറഞ്ഞ് എന്തൊരു ബഹളമായിരുന്നു അറിയോ? നമ്മുടെ കാലത്തൊക്കെ ആരെങ്കിലും ആശുപത്രിക്ക് പോയിന്നോ? ഇല്ലല്ലോ. എവിടുന്ന്? ഞാൻ എൻ്റെ മൂത്ത മോളെ പ്രസവിച്ചപ്പോൾ കുളത്തിൽ അലക്കുമ്പോഴേന്നു. പകുതി അലക്കുമ്പോഴാണ് എനിക്ക് പേറ്റുനോവ് തുടങ്ങിയത്. അവിടുന്ന് നേരെ കയറി വീട്ടിലേക്ക് പോയി. എത്തിയതും പ്രസവിച്ചു. അത്ര തന്നെ. ഇതൊക്കെ ആരോട് പറയാം? ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും ഈ വഴി നോക്കട്ടെ. എല്ലാത്തിനെയും നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് അറിയാമല്ലോ. പക്ഷേ എൻ്റെ കാക്ക സമ്മതിക്കുമോ? മൂപ്പതല്ലേ ആ സ്വത്തൊക്കെ. കാക്ക ഞാൻ പറയുന്ന അപ്പുറം പോവില്ല. അങ്ങേരിപ്പോഴും മക്കളുടെയും മരുമക്കളെയും ഒക്കെ സ്വഭാവം മനസ്സിലായിട്ടുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെയൊക്കെ നടക്കട്ടെ. ഞാൻ പിന്നെ വിളിക്കട്ടാ. എനിക്കേ ഇവിടേക്ക് വിരുന്നുകാർ വരുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞ് നബീസ് ഫോൺ വെച്ചു. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവരുടെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ഇത്തവണ ഉസ്താദായിരുന്നു.
സന്തോഷത്തോടെ നബീസു കോൾ അറ്റൻഡ് ചെയ്തു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയുണ്ട് ഇത്താ നിങ്ങളവിടുത്തെ വിശേഷങ്ങളൊക്കെ കുറച്ച് കഷ്ടത്തിലാണ് ഉസ്താദേ. വീട്ടിൽ ഒരു വിലയുമില്ല. മക്കളും മരക്കളൊക്കെ എന്നെ പന്ത് തട്ടി കളിക്കാണ്. സാരില്ലെത്താ, മനസ്സിൽ നന്മയുള്ളവർക്ക് പഠിച്ചവൻ ഒരുപാട് പരീക്ഷണങ്ങൾ തരും. ഇതും അങ്ങനെ കൂട്ടിയാൽ മതി. നിങ്ങളെ ഇളയ മരുവള് പ്രസവിച്ചില്ലേ? കുട്ടി മരിച്ചു പോയില്ലേ? അതെ, അത്ഭുതത്തോടെ നബീസ് ചോദിച്ചു. ഉസ്താദ് ഇതൊക്കെ ആമിനെ വിളിച്ച് ചോദിച്ചിരുന്നു എന്ന കാര്യം നബീസുവിന് മനസ്സിലായില്ല. അല്ല, ഇതൊക്കെ ഉസ്താദ് എങ്ങനെ അറിഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ വാക്ക് തന്നത് ഓർമ്മയില്ല എത്താ. ഉസ്താദ് പറഞ്ഞതൊക്കെ നബീസുവിന് ഓർമ്മ വന്നു. ശരിയാണ്, ഞാനത് മറന്നുപോയി. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഇളയ മരുമോളെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. എൻ്റെ സമ്മതം കൂടാതെയാണ് പോയത്. ജമാൽ വേറെ കല്യാണം കഴിച്ചു. ഇപ്പോൾ അവളെ കൊണ്ടാണ് ബുദ്ധിമുട്ട്. ഒരു അടക്കവും ഒതുക്കവും ഇല്ലാത്ത പെണ്ണാണ് ജാസ്മിന്. അവൾ എന്നോട് പറയാതെ ഇന്ന് സുബീക്ക് ഓനയും കൊണ്ട് ടൂറ് പോയതാ. എനിക്ക് യാതൊരു വിലയില്ല. എന്നോടൊന്നും ചോദിക്കും പറയൊന്നുമില്ല. ഞാനാകെ കുടുങ്ങിപ്പോയി ഉസ്താദെ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇത്താക്കിപ്പോൾ എന്താ വേണ്ടത്? ഓൾ ഒഴിവാക്കണോ അതോ ഓളെ സ്വഭാവം നന്നാക്കണോ? എന്ത് വേണമെങ്കിലും ആവാം. എനിക്ക് അവളൊരു പാഠം പഠിപ്പിച്ചാൽ മതി. ഓളെൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയണം. ഞാൻ പറയുന്നതൊക്കെ കേൾക്കുകയും വേണം. അപ്പോൾ ശരിക്കൊരു അടിമയാക്കി മാറ്റണം അല്ലേ? അതന്നെ, അതൊക്കെ നടക്കും. പക്ഷേ ഇതൊന്നും ഫോണിലൂടെ പറയാൻ പറ്റൂല കേട്ടോ. നേരിട്ട് വന്നാൽ അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. പക്ഷേ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരണം. ഇതൊക്കെ ശരിയാവുമെങ്കിൽ നേരെ ഇങ്ങോട്ട് വാ. എന്ത് വേണമെങ്കിലും ചെയ്യാം ഉസ്താദെ. എനിക്ക് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നടന്നാൽ മതി. പിന്നെ എൻ്റെ മൂത്ത മരുമക്കളെയും കാര്യത്തിലൊരു തീരുമാനം വേണം. ഇളയ മരുമോൾ കൂടി വന്നതോടെ ആർക്കും എന്നെ ഒരു വിലയില്ല. അതൊക്കെ നമുക്ക് ശരിയാക്കാം ഇത്താ. എന്നെ വിശ്വസിച്ച് കൂടെ നിന്നാൽ ഞാനെല്ലാം ശരിയാക്കി തരും. പിന്നെ മജ്ലിസിൽ വരാൻ മറക്കരുത് കേട്ടോ. അവിടെ ഒന്ന് പ്രാർത്ഥിച്ചാൽ ഒക്കെ ശരിയാവും. അന്ന് പറഞ്ഞ കാര്യമൊക്കെ എന്തായി? മരിച്ചു പോയാലും പഠിച്ചവൻ്റെ അടുത്ത് നിന്ന് പ്രതിഫലം കിട്ടുന്ന പരിപാടിയാണ്. ശരി ഉസ്താദെ, ഞാൻ എത്രയും പെട്ടെന്ന് വരാം. അല്പം കൂടി സംസാരിച്ചതിന് ശേഷം ആ കോൾ കട്ട് ചെയ്തു. സന്തോഷത്തോടെ നബീസു ഭർത്താവിൻ്റെ അടുത്തേക്ക് ചെന്നു. എന്നാലും അവർ രണ്ടുപേരും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. എൻ്റെ കാര്യം പോട്ടെ, നിങ്ങളെ കാര്യങ്ങളൊന്നും ഓർക്കണ്ടേ? സ്വരത്തിൽ പരമാവധി ദയനീയത നിറച്ചുകൊണ്ട് ആമിന പറഞ്ഞപ്പോൾ മൊയ്തീൻ ഹാജി അമ്പരപ്പോടെ ഭാര്യയെ നോക്കി. അല്ല, എന്തുണ്ടായി? അയാൾ അല്പം ഭയത്തോടെ അന്വേഷിച്ചു. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മക്കളെ വിളിച്ചു പറഞ്ഞു. നിങ്ങളോട് എന്നോട് മര്യാദയ്ക്ക് അവിടെ അടങ്ങി കിടക്കാനാണ് ഓരൊക്കെ പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ മക്കൾക്കും മരുമക്കൾക്കൊക്കെ ഒരു ശല്യമായി. എല്ലാം നമ്മളെ വിധി. മക്കളെല്ലാം കൂടെ വേണമെന്ന് പറഞ്ഞാണ് നമ്മളിവിടെ തന്നെ അവർക്ക് വീട് വെക്കാനുള്ള സ്ഥലം കൊടുത്തത്. അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. അവർ പൈസ മുടക്കി വേറെ എവിടെയെങ്കിലും വീട് വെച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അവർക്ക് വീട് വെക്കാനുള്ള സ്ഥലം കിട്ടി. അവർ പേരിൽ എഴുതി കൊടുത്തില്ലെങ്കിലും എല്ലാം അവർക്ക് തന്നെ കിട്ടുമെന്ന് ഓർക്കറിയാം. അപ്പോൾ നമുക്ക് പിന്നെ ഒരു വിലയില്ലല്ലോ. അത് നീ വെറുതെ പറയല്ല നബീസു. എൻ്റെ മക്കൾ അങ്ങനെയൊന്നും പറയില്ല. മൊയ്തീൻ ഹാജി പറഞ്ഞത് കേട്ട് നബീസു ദേഷ്യത്തോടെ അയാളെ നോക്കി. അപ്പം പിന്നെ ഞാൻ നിങ്ങളോട് നോണ പറയാ? അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. ഓലെ അറിയാതെ പറഞ്ഞതാവും. എൻ്റെ മക്കളൊന്നും അങ്ങനെ പറയില്ല. പിന്നെ നിങ്ങൾക്ക് പിന്നെ എന്നല്ല വിശ്വാസമില്ലാത്ത? അത് വിചാരിച്ച് ഇവിടെ ഇരുന്നോളെ. മക്കളൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. എല്ലാവരും മരുമക്കളെ അരയിലെ ചരടിലാണ്. ഇന്ന് ജമാലും ജാസ്മിനും ടൂർ പോയി. നിങ്ങളോടൊരു വാക്ക് പറഞ്ഞോ? ഇല്ല. മൊയ്തീൻ ഹാജിയുടെ സ്വരം ഉണ്ടായിരുന്നു. എന്താണ് പറയാത്തത്? ഒന്നുമില്ല. എന്നോട് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാര്യം? എല്ലാ വീട്ടിലും അങ്ങനെയാണോ? നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. നമ്മൾ ഉമ്മയപ്പയും മരിക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞിട്ടല്ലേ ഇതുവരെ ചെയ്തിട്ടുള്ളേന്നു. എവിടേക്ക് പോകുമ്പോഴും ഞാൻ അവരോട് അനുവാദം വാങ്ങിയിട്ട് മാത്രമേ നമ്മൾ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ നിങ്ങളെ മക്കളും മരുക്കളും അങ്ങനെ ചെയ്യാറുണ്ടോ? അയാൾ അറിയാതെ തലയാട്ടി. കിടപ്പിലായത് മുതൽ ആർക്കും തന്നെ വലിയ വിലയൊന്നുമില്ല എന്ന് അയാൾ ഓർത്തു. ഇന്നത്തെ കാര്യം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ മനസ്സിലാവും. സുബിക്ക് എന്നോട് വഴക്ക് കൂടിയിട്ടാണ് അവർ രണ്ടാരും പോയത്. നിങ്ങളോട് പറയാൻ ഞാൻ നിൽക്കാത്തതാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളോട് പറയാൻ പറഞ്ഞു. പക്ഷേ ഒരു രണ്ടാളും കേട്ട ഭാവം പോലും നടിച്ചില്ല. നിങ്ങൾ എപ്പോഴും എന്നെ കുറ്റം പറയും. ഞാൻ അവരെ പിന്നാലെ പോയി ചൊറിയുന്നത് കൊണ്ടാണ് എന്നെ ആരും വക വയ്ക്കാത്തതെന്ന് നിങ്ങളെപ്പോഴും പറയല്ലേ? നിങ്ങളെ പരിഗണിക്കാത്തത് കൊണ്ടാണ് എനിക്ക് ദേഷ്യം വരുന്നത്. എത്രയൊക്കെ ആണെങ്കിലും നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? എന്നെ വക വെച്ചില്ലെങ്കിലും എൻ്റെ ഭർത്താവിനെ എല്ലാവരും വക വെക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മൊയ്തീൻ ഹാജി ഒന്ന് മൂളി. നബീസ് പറയുന്നത് കേൾക്കുമ്പോൾ അതിലല്പം വാസ്തവമുണ്ട് എന്ന് അയാൾക്ക് തോന്നി. ഈയിടെയായി മക്കളും അവരുടെ മക്കളും
തന്നെ കാണാൻ വരാറില്ല. വന്നാലും അവർ സംസാരിക്കാൻ നിൽക്കാറില്ല. മക്കളും അങ്ങനെ വിളിക്കുന്നത് കണ്ടിട്ടില്ല. മുൻപൊക്കെയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ കുറേ സമയം തന്നോട് ഫോണിലൂടെ സംസാരിക്കുമായിരുന്നു. ഈയിടായി അതുമില്ല. താൻ എന്നൊരു മനുഷ്യജീവി ഇവിടെയുണ്ട് എന്നതുപോലും പരിഗണിക്കാതെയാണ് അവരുടെയൊക്കെ ജീവിതം. സങ്കടമുണ്ടെങ്കിലും ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. തന്നെക്കൊണ്ട് ഇനി ആർക്കും ഒരു ഉപകാരവുമില്ല. ഇതാണ് തൻ്റെ വിധിയെന്ന് കരുതി അങ്ങനെ ജീവിക്കുകയാണ്. കുറച്ചെങ്കിലും നിങ്ങളെ വകവെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അയാൾ പൂർണ്ണമായും തൻ്റെ സംസാരത്തിൽ വീണു കഴിഞ്ഞു എന്ന് ഉറപ്പായപ്പോൾ നബീസു പതിയെ ചോദിച്ചു. അയാൾ അറിയില്ല എന്ന അർത്ഥത്തിൽ അവളെ നോക്കി. ഇപ്പോൾ സ്ഥലമൊക്കെ നിങ്ങളെ പേരിലല്ലേ? അന്ന് ഞാനാണല്ലോ അത് എഴുതി കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. സ്ഥലമൊക്കെ ഓർക്ക് തന്നെയാണെന്ന് അറിയാം, നല്ല പോലെ ഓർക്കറിയാം. നമ്മളെ അത് കൊടുക്കില്ല എന്ന് തോന്നിയാൽ പോയ സ്നേഹമൊക്കെ തിരിച്ചു വരും. സ്വത്തി കിട്ടാനെങ്കിലേ മക്കളെല്ലാവരും നമ്മളെ പരിഗണിക്കും. അത് നിങ്ങളെ കാലശേഷം അവർക്ക് തന്നെ കിട്ടുമെന്ന് 100% ഉറപ്പുള്ളത് കൊണ്ടാണ്. ആ ഉറപ്പില്ലെങ്കിലേ സ്വത്തുക്കൾക്ക് വേണ്ടിയെങ്കിലും അവർ നിങ്ങളോട് സ്നേഹം കാണിക്കും. നബീസു പ്രതീക്ഷയോടെ തൻ്റെ ഭർത്താവിനെ നോക്കി. ഇനിയുള്ള തൻ്റെ പ്ലാനുകൾ വിജയിക്കണമെങ്കിൽ അയാളുടെ സഹകരണം അത്യാവശ്യമാണെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. അയാളെ എങ്ങനെയെങ്കിലും പറഞ്ഞ് മയക്കിയെടുക്കുക എന്നുള്ള കാര്യത്തിൽ നബീസു വിജയിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.